ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഒരു സ്ത്രീ നിമിത്തം പാപം ലോകത്തിൽ പ്രവേശിച്ചു എങ്കിൽ ഒരു സ്ത്രീയുടെ സന്തതി മുഖാന്തരം അതിന് പരിഹാരമുണ്ടാകുമെന്ന വാഗ്ദത്ത വചനത്തിന് നിവൃത്തിയാണ് ഇന്നേക്ക് 2025 വർഷം മുമ്പ് നടന്ന ലോകരക്ഷിതാവായ യേശുവിൻ്റെ ജനനം. യഹൂദ രീതി അനുസരിച്ച് വംശാവലി രേഖപ്പെടുത്തുമ്പോൾ പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ പറയാറുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷത്തിൽ 42 തലമുറകളുടെ പേരുകൾ നിരത്തിവെച്ച് യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ അവയിൽ 5 സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ചിലരെ നിങ്ങളുടെ മുൻപിൽ മോണോലോഗായി അവതരിപ്പിക്കുന്നു. ക്രിസ്തു വംശാവലിയിലെ സ്ത്രീ സാന്നിധ്യം. ആദ്യമായി കടന്നു വരുന്നു കനാന്യ സ്ത്രീ രാഹാബ്. രണ്ടാമതായി കടന്നു വരുന്നു മോവാബ്യ സ്ത്രീ രൂത്ത്. മൂന്നാമതായി കടന്നു വരുന്നു യെരുശലേം സ്ത്രീ ബേത്ശേബ. നാലാമതായി കടന്നു വരുന്നു ഗലീലയിലെ നസ്രത്തുകാരി മറിയ. വർഷങ്ങൾക്കിടയിൽ പല ഘട്ടങ്ങളായി ജീവിച്ചിരുന്ന നമുക്ക് അന്യോന്യം കാണുവാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമല്ലേ? അതെ അതെ, എങ്കിലും എനിക്ക് എന്നെ കുറിച്ച് മാത്രമേ പറയാൻ അറിയൂ. എനിക്കും. നാം ഓരോരുത്തരും സ്വയം പറഞ്ഞ് കൂടുതൽ അറിയാൻ ശ്രമിക്കാമല്ലേ? അതെ. ഞാൻ റാഹാബ്. BC 1200 ജീവിച്ചിരുന്ന ഒരു കനാന്യ സ്ത്രീ. യെരിഹോ ആണ് ഞങ്ങളുടെ ദേശം. രഥങ്ങൾ ഓടിക്കുവാൻ കഴിയുന്ന നല്ല വീതിയും അതുപോലെ നല്ല ഉയരവുമുള്ള 2 വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട് സുരക്ഷിതമാക്കിയ പട്ടണം. ആ മതിലിനോട് ചേർന്നാണ് എൻ്റെ വീട്. ഞങ്ങൾ ആരാധിച്ചു പോകുന്നത് ചന്ദ്രദേവനെയും ബാൽദേവനെയുമായിരുന്നു. ഈ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ ആസന്മാർഗിക പ്രവർത്തനങ്ങൾ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് ഞാനും ചില ആസന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ ദേശത്ത് കുപ്രസിദ്ധിയായി. ഞാൻ വീട്ടിൽ ഒരു ദിവസം തനിച്ചായിരുന്നപ്പോൾ 2 ഇസ്രായേൽ പുരുഷന്മാർ വന്നു. ഞാൻ പേടിച്ചുപോയി. അവർ ദേശം ഒറ്റുനോക്കാനാ വന്നത്. പിന്നാലെ യെരിഹോ പട്ടാളക്കാർ ഇവരെ തേടി എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അവരെ പെട്ടെന്ന് മേൽമുറിയിൽ ഒളിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തി. അതിൻ്റെ നന്ദി എന്നോണം അവരെനിക്ക് വാക്ക് തന്നു, ഇസ്രായേൽ ഈ പട്ടണം ആക്രമിക്കുമ്പോൾ എന്നെയും എൻ്റെ ആളുകളെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന്. പിന്നീട് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വന്ന് പട്ടണ മതിലിൻ്റെ ചുറ്റും കാഹളമൂതി മതിൽ ഇടിഞ്ഞു വീണു. ഞങ്ങളുടെ ദേശം ഇസ്രായേൽക്കാർ കീഴടക്കി. എന്നാൽ ആ പുരുഷന്മാർ പറഞ്ഞ വാക്ക് പാലിച്ച് എന്നെയും എൻ്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. ശേഷം ഞാൻ അന്യദൈവങ്ങളെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിച്ചു പോന്നു. ആ ഗോത്രത്തിലെ ഒരു ധനികനായ ഷൽമോൻ എന്ന പുരുഷൻ എന്നെ വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് ജനിച്ച ബോവാസ് ഞങ്ങളുടെ മരണശേഷം ബെത്ലഹേമിൽ വെച്ച് വീണ്ടെടുത്ത പെൺകുട്ടിയാണ് നീ റൂത്ത്. രക്ഷകനായ യേശു ജനിക്കുവാൻ തിരഞ്ഞെടുത്ത വംശാവലിയിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചത് 2 കാരണം കൊണ്ടാണ്. അറിവില്ലായ്മയിൽ എനിക്ക് ആസന്മാർഗിക സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിലായിരുന്ന ദൈവപുരുഷന്മാരെ രക്ഷിച്ചതുകൊണ്ടും ഇസ്രായേലിൻ്റെ ദൈവത്തെ പിൻപറ്റി അവരോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടുമാണ്. ഇതുപോലെ ദൈവഹിതം ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ദൈവം പിന്നത്തിൽ മാനിക്കും. അതെ അതെ. ഞാൻ രൂത്ത്. BC 1160 ജീവിച്ചിരുന്ന ഒരു മോവാബായ സ്ത്രീ. ബെത്ലഹേമിലെ കഠിനക്ഷാമം മൂലം എൻ്റെ നാട്ടിലേക്ക് വന്ന നവോമി അമ്മച്ചിയും ഭർത്താവും 2 ആൺമക്കളും. എന്നെയും ഓർഫയും ഓരോ ആൺമക്കൾ വിവാഹം ചെയ്തു. എങ്കിലും പിന്നീട് ആ പിതാവും ഞങ്ങളുടെ ഭർത്താക്കന്മാരും മരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ 3 വിധവമാർ. ദുഃഖിതയായ അമ്മായമ്മയും നവോമി ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഓർപ്പ തിരിച്ചുപോയി. എന്നാൽ ഞാൻ അമ്മയമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. ഞങ്ങൾ 2 പേരും ബെത്ലഹേമിൽ പോയി. ഞാൻ അവർക്ക് ഒരു അപരിചിതയായിരുന്നു. എങ്കിലും അമ്മായിയമ്മ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി.
ഒരു വയലിൽ കാല പറക്കുവാൻ പോയി. ആ വയലിന്റെ ഉടമസ്ഥനായിരുന്നു ബോവാസ്, ഈ രാഹബമ്മച്ചിയുടെ മകൻ. അമ്മയമ്മയോടുള്ള അനുസരണവും പിറുപിറുപ്പ് കൂടാതെയുള്ള എൻ്റെ കഠിനാധ്വാനവും കണ്ട് ആ വയലിന്റെ ഉടമസ്ഥനായ ബോവാസിനു എന്നോട് ദയ തോന്നി എന്നെ വീണ്ടെടുത്തു. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി. അങ്ങനെ കാലപ്പറക്കിയ വയലിന്റെ ഉടമസ്ഥയിൽ ഒരു പങ്ക് എനിക്കും ലഭിച്ചു. എൻ്റെ പേർക്കിടാവ് ഈശാവുടെ മകൻ ദാവീദ്. രക്ഷകനായ യേശു ജനിക്കുവാൻ തിരഞ്ഞെടുത്ത വംശവാരിയിൽ മോവാബിയ സ്ത്രീയായ എനിക്ക് ഭാഗ്യം ലഭിച്ചത് വിധവയായ അമ്മയമ്മയെ പിൻപറ്റി ബത്ലഹേമിലേക്ക് പോയി എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ അനുസരിച്ചതുകൊണ്ടായിരുന്നു. ഇതുപോലെ ദൈവത്തോടെ പറ്റി നിന്നാൽ അവൻ മാനിക്കുക തന്നെ ചെയ്യും. ഞാൻ ബത്ശേബ BC 1000 ജീവിച്ചിരുന്ന ഒരു പട്ടാളക്കാരനായ ഊരിയാവിന്റെ ഭാര്യ. എൻ്റെ ഭർത്താവ് യുദ്ധം ചെയ്യാൻ പോയി. ഈ രൂത്തമ്മച്ചിയുടെ പേരക്കിടാവിന്റെ മകനായ ദാവീദ് രാജാവ് എന്നെ ആകൃഷ്ടനായി ദൈവത്തിന് അനിഷ്ടമായ രീതിയിൽ എന്നെ ഭാര്യയാക്കി. ആ തെറ്റിൽ നിന്നും ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു. എങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെട്ടപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ജനിച്ച തലമുറയിൽ നിന്നും രക്ഷകനായ യേശു ജനിച്ചത്. അറിവില്ലായ്മയിൽ തെറ്റ് ചെയ്താലും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം ക്ഷമിച്ചു മാനിക്കും. ഞാൻ മറിയ, ഇപ്പം പറഞ്ഞ ദാവീദ് രാജാവിൻ്റെ കാലം കഴിഞ്ഞ് 27ാമത്തെ തലമുറയിൽ BC 18 ജനിച്ച നസ്രയത്തുകാരി. ദൈവശബ്ദവും പ്രവാചന ശബ്ദവും കേൾപ്പാൻ കഴിയാതിരുന്ന 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ യെശയ്യാ നിവൃത്തിക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും രാജാവുമായി ഒരുവൻ ജനിക്കുമെന്ന് പ്രതീക്ഷയോടെ അനേക കന്യകമാർ ഒരുങ്ങി കാത്തിരുന്ന കൂട്ടത്തിൽ ഒരു നാൾ ഗബ്രിയേൽ എന്ന ദൂതൻ എൻ്റെ മുറിയിൽ വന്ന് മൃദുസ്വരത്തിലൂടെ പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ ലോകരക്ഷകനായ ഒരു ശിശു ജനിക്കുമെന്ന്. ആ പ്രവചന ദൂതൻ്റെ നിവൃത്തി അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അങ്ങനെ ആ ഇരുണ്ട യുഗത്തിൽ അവസാനം യേശുവിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ജനനത്തിൽ എൻ്റെ മാതാപിതാക്കൾ ദൈവഭക്തിയിലും വിശുദ്ധിയിലും വളർത്തിയത് ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് ഈ ഭാഗ്യം ലഭിച്ചത്. അതെ, ഭയഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിച്ചാൽ ദൈവം തീർച്ചയായും മാനിക്കും. നമുക്ക് തമ്മിൽ പരിചയപ്പെടുവാനും കൂടുതൽ അറിയുവാനും സാധിച്ചപ്പോൾ യേശുവിൻ്റെ ജനനത്തിൽ മുഖാന്തരമായ നമുക്ക് യേശുവിനെ കുറിച്ച് അറിയണ്ടേ? അറിയണം. ഇതാ 42ാം തലമുറയായി കടന്നു വരുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സാക്ഷാൽ രക്ഷകനായ യേശു. മഹതികളെ, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൻ്റെ സാക്ഷികളായ നിങ്ങൾക്ക് വന്ദനം. ഞാൻ ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി, ആവർത്തനങ്ങൾ പുസ്തകത്തിൽ പ്രവാചകൻ, ഇയ്യോബിൽ വീണ്ടെടുപ്പുകാരൻ, സങ്കീർത്തനങ്ങളിൽ മൂലക്കല്ല് രാജാവ്, യെശയ്യാവിൽ കന്യകയുടെ മകൻ, തൻ്റെ ജീവൻ കൊടുക്കുന്ന നല്ല ഇടയൻ, യിരെമ്യാവിൽ രാജാവായി പിറക്കുന്നവൻ, യെശയ്യാവിൽ ദൈവനട്ട വൃക്ഷം, ദാനിയേലിൽ നിത്യരാജ്യത്വം, മീഖായിൽ ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കുവാൻ ബെത്ലഹേമിൽ ജനിച്ചവൻ, സെഖര്യാവിൽ സ്വർഗീയ മഹാപുരോഹിതൻ, മലാഖിയയിൽ പാപങ്ങൾ പോക്കി ശുദ്ധീകരിക്കുന്നവൻ, എനിക്കു ജന്മം നൽകുവാൻ ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ട് നിങ്ങളെ സാക്ഷി നിർത്തി വിളിച്ചു പറയട്ടെ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദ്യവും അന്തവുമാകുന്നു. വീണ്ടും പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നിത്യ ജീവൻ അവകാശമായി കൊടുത്ത് നീക്കുമായി അവൻ എന്നോടുകൂടെ വാഴും. സമർപ്പിക്കുമോ? ഇതാ ഞാൻ വേഗം വരുന്നു.
താങ്ക് യു.